ഹലോ, നമസ്കാരം. അപ്പോൾ അനീഷ് പറവൂരാണ്. നമ്മളിപ്പോൾ ദുബായിയുടെ മണ്ണിലാണുള്ളത്. അപ്പോൾ നമുക്ക് വാർക്കാൻ ചന്ദനത്തോപ്പുകൾ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ കുറേ അവസരങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആൾ. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞങ്ങളിപ്പോൾ അൽബുസ്ഥാൻ സെൻറ്റർ ഹോട്ടലിലുണ്ട്. അതായത് ഇന്ന് പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞ ഹോട്ടലിൽ നമ്മൾ 7-ാം തീയതി വരെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ആളുകൾ കറക്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അവരെ കാണാം. റൂമിലുണ്ട്, ഇവിടെ നമുക്ക് സിറ്റിങ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫുൾ കോട്ടേജിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മുടെ തിലകൻ ചേട്ടൻ തൃശ്ശൂർ. അദ്ദേഹത്തിനൂടെ അബുദാബിയിൽ വന്നുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ നടപടികളാണ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞത്. തിലകൻ ചേട്ടൻ ഓൾറെഡി നമ്മുടെ വലിയൊരു ഇൻവെസ്റ്റർ കൂടിയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. 5 സെന്റ് ലാൻഡ് ഓൾറെഡി ആള് വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടേജിലേക്ക് ഷെയറുകൾ ഇട്ടിട്ടുണ്ട്. 2 കോടിയുടെ കോട്ടേജിലേക്കും 60ന്റെ കോട്ടേജിലേക്കൊക്കെ ഷെയർ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LLPയിലേക്ക് കമ്പനിയുടെ ഒരു LLP പ്രൊജക്റ്റിലേക്ക് പാർട്ണറായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ കോട്ടേജിന്റെ രജിസ്ട്രേഷൻ കൂടിയിട്ടാണ് ഇപ്പൊ നടന്നത് അദ്ദേഹത്തിന്റെ. ഓക്കെ, ഇവിടെ നമ്മുടെ MD സാർ 2 കോടിയോളം രൂപ കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് ഇന്നിപ്പോ അല്ലെ നമ്മളെ ആധാരം ചെയ്തുകൊണ്ട് ഇപ്പൊ വാങ്ങിയിരിക്കുന്ന ഒരു ഓണർ കൂടിയിട്ടാണ് നമ്മുടെ ലാൻഡുകളുടെ ഒക്കെ. ഓക്കെ, അപ്പൊ അബുദാബിയിലുള്ള മറ്റൊരിടങ്ങൾ കൂടിയിട്ട് അബുദാബിയിലുള്ള നമ്മുടെ മഹേഷ് ഏട്ടന്റെ മകനും ആളുടെ ഗുഡ്ബി അവരെല്ലാം നമ്മുടെ പ്രൊജക്ട് കേൾക്കാനും MD കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഓക്കെ, റൂമിലുണ്ടാവും, MD ഇവിടെ ഉണ്ടാവും. അതാണ് പ്രത്യേകത. ചോദിച്ചിട്ട് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് ഇവിടെ വിടുകയാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും. ആ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പുറത്ത് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്നാലും നിങ്ങൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ഇന്ന സമയത്ത് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ തരികയാണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റണമെന്നില്ല. എന്നാലും നമ്മൾ മാക്സിമം ഇവിടെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാതെ ഇവിടെ തന്നെ ഇരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. എന്നാലും പുറത്ത് നമുക്കൊന്ന് 2 പേരെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്യുക. ഇന്ന് 6 മണിക്ക് മീറ്റിംഗ് ആയിട്ട് തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗസ്റ്റുകളെ വിളിച്ചുകൊണ്ടും വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. വിളിച്ച് ഇവിടെ എത്തിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ.